ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ മൈദയോ റവയോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റോടുകൂടി നെയ്യപ്പം വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. മാവ് കലക്കി ഉടനെ തന്നെ ഇത് ചുട്ടെടുക്കാനും പറ്റും. സൈഡെല്ലാം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുമുള്ള ഈ നെയ്യപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 അച്ച് ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 200 ഗ്രാം ശർക്കര. അതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് ഇതുപോലെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു നൂൽ പരുവൊന്നും ആകണ്ട, ഇതുപോലെ നല്ല പോലെ ഒന്ന് അലിഞ്ഞ് തിളച്ച് കിട്ടിയാൽ മതിയാകും. ഇനി ഒരു ബൗളിലോട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനവിടെ ഒരു വിസ്കും എടുത്തു വെച്ചിട്ടുണ്ട്. ചൂടോടുകൂടി ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ ഇളക്കിയെടുക്കണം. ഇതുപോലെ നല്ല ചൂടിൽ തന്നെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാനും ഓർക്കണം. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒരു തവിയോ, വിസ്ക് തന്നെ വേണമെന്നില്ല, തവിയോ സ്പൂണോ ആയാലും മതി, പെട്ടെന്ന് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ നല്ല ചൂടിൽ തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ നെയ്യപ്പം നല്ല പോലെ പൊന്തി വരികയും ഉള്ളിൽ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യുക. ഇപ്പോൾ ഇതാ നല്ല പോലെ ഞാൻ ഒട്ടും കട്ടകളില്ലാതെ നല്ല സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് മാറ്റി വെച്ച് അത് ചെറുതായൊന്ന് തണുത്തതിന് ശേഷം അതിലോട്ട് ഞാൻ 1/4 കപ്പ് തേങ്ങ, ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ട് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ഞാൻ ഫ്രഷ് ആയത് ചേർത്തതിന് പകരം നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്ത് ചേർക്കുമ്പോൾ അതിനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ തേങ്ങയിൽ ആ വെള്ളമെല്ലാം വന്ന് അത് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ബാറ്റർ. അപ്പോൾ അതൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ നെയ്യപ്പം നല്ല കറക്റ്റായിട്ട് വരത്തുള്ളൂ. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് അത് ഇതുപോലെ ഒന്ന് വലിഞ്ഞായിരിക്കും ഉണ്ടാവുക. ഇതുപോലെ ഒരു വിസ്കോ തവിയോ വെച്ച് നല്ല പോലെ ഒരു 3-4 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് അത് ഇതുപോലെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാവുക. നമുക്കൊന്ന് തവിയിൽ കോരി ഒഴിക്കാൻ പാകത്തിനായി കിട്ടുക. ഇപ്പോൾ ഇതാ കണ്ടോ, തവിയിലൊന്ന് കോരി ഒഴിക്കാൻ പാകത്തിനായി വന്നിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കണം. ഇനി ആ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യപ്പം ചുടാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നു കഴിയുമ്പോൾ ഞാനിപ്പോൾ ഒരു 3/4 തവിയോളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒത്തിരി അങ്ങ് തവി നിറയെ ഒഴിച്ചു കൊടുക്കരുത്. ഒത്തിരി കട്ടിയിൽ ഒഴിച്ചു കൊടുത്താൽ ഉള്ളു വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നെയ്യപ്പം ചുട്ടെടുക്കുന്നത്. ഇതിങ്ങനെ തനിയെ പൊന്തി വരും. പൊന്തി വരുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ കുറച്ച് ചൂടെണ്ണയൊന്ന് കോരി ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് മുകൾ ഭാഗം നല്ല പോലെ പൊങ്ങിക്കിട്ടുക. ഇനി അതിന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ആ സൈഡ് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ തിരിച്ചു മറിച്ചുവിട്ട് 2 സൈഡ് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 2 സൈഡ് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ നെയ്യപ്പം കിട്ടിയിട്ടുണ്ട്. സൈഡെല്ലാം നല്ല പോലെ മൊരിഞ്ഞും ഉള്ളിൽ നല്ല പോലെ സോഫ്റ്റായിട്ടുമാണ് ഉണ്ടാവുക. നടുഭാഗമൊക്കെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള നെയ്യപ്പവും ചുട്ടെടുക്കണം. നെയ്യപ്പം ചുടുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തീയുടെ ഫ്ലെയിം എപ്പോഴും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കണം. അതുപോലെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയുമാണ്. ഇത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല പോലെ നെയ്യപ്പം ചുട്ടെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഫുൾ നെയ്യപ്പം ചുട്ടെടുത്ത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ ചുട്ടെടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പമാണ്. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാനും. ആ തീയുടെ അളവൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ആദ്യം ചുടുന്നത് ചിലപ്പോൾ എണ്ണ ചൂടാകാതെ ഇരിക്കുന്നതുകൊണ്ടോ ചൂട് കൂടുതലായതുകൊണ്ടോ 1-2 നെയ്യപ്പം ഒന്ന് ഫ്ലോപ്പായേക്കും. പക്ഷെ പിന്നീട് നമുക്കത് എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇപ്പം ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാത്തതുകൊണ്ട് ഒത്തിരി അങ്ങ് പൊന്തി അങ്ങ് കൊമളച്ചൊന്നും വരത്തില്ല. ഈ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക. 2 സൈഡ് നല്ല പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. ഇതുപോലെ നല്ല ആരോട് കൂടിയായിരിക്കും ഉള്ളിലൊക്കെ ഉണ്ടായിരിക്കുക. സൈഡെല്ലാം കണ്ടോ നല്ല പോലെ മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടുമാണ് ഉള്ളത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല രുചികരവുമാണ്.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്